പ്രിയമുള്ളവരെ, ഇന്നലെ ന്യൂസ് ചാനലിലൊക്കെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ എൻ്റെ ഈ പേജിലും ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടൂരിൽ ടെക്സ്റ്റൈൽസിൽ ഡ്രസ്സ് എടുക്കാൻ വന്ന ഒരു ചെറുപ്പക്കാരൻ അവിടെ ടെക്സ്റ്റൈൽസിലെ പാർക്കിംഗ് സെക്ഷൻ നോക്കുന്ന സെക്യൂരിറ്റിനെ തള്ളിയിട്ടു. വീതി ആള് സ്റ്റെപ്പിലൊക്കെ ഉരുണ്ട് അങ്ങോട്ട് വീഴുന്ന രംഗം കണ്ടിട്ടുണ്ട്. വളരെ ദയനീയത തോന്നിയിട്ട് അത് കണ്ടപ്പോൾ. സ്വന്തം ആരോഗ്യസ്ഥിതി മോശം കൊണ്ട് അച്ഛന്റെ പ്രായം തോന്നിക്കുന്ന ഒരു വ്യക്തിയാണ് ആ ചെയ്തത്. എന്തായാലും നമ്മളെ കയ്യിൽ രണ്ട് വാഹനം അല്ലെങ്കിൽ വലിയൊരു വാഹനം അല്ലെങ്കിൽ ഒരു കാറ് ബൈക്കൊക്കെ കിട്ടുമ്പോൾ നമ്മൾ കാണിക്കുന്ന ഈ അഹങ്കാരം അതൊന്നും അധിക നാൾ നീണ്ടുപോകില്ല. ഇതുപോലത്തെ പാവങ്ങളുടെ നെഞ്ചത്ത് കയറിയിട്ടാകരുത് നമ്മൾ അഹങ്കാരം തീർക്കേണ്ടത്. അയാള് ആരോഗ്യസ്ഥിതി മോശം കൊണ്ട് സ്വന്തം കുടുംബം പോറ്റാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു 8,000 അല്ലെങ്കിൽ ഒരു 10,000 രൂപയൊക്കെ ജോലി ചെയ്യുന്നവരാവും ഈ സെക്യൂരിറ്റികൾ. പ്രായം തളർത്തിയത് കൊണ്ട് വലിയ ജോലികളൊന്നും ഏറ്റെടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇതുപോലത്തെ ജോലി ചെയ്ത് അവർ കുടുംബം പോറ്റുന്നത്. അപ്പം ഇവരോടൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴേ, നിങ്ങൾ ഒരു ഹോട്ടലിന്റെ ഒക്കെ മുമ്പിലൊക്കെ നിൽക്കുന്ന സെക്യൂരിറ്റികൾക്ക് അല്ലെങ്കിൽ പാർക്കിംഗ് സെക്ഷനൊക്കെ നോക്കുന്നവർക്ക് നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഒരു 10 or 20 അവരുടെ കയ്യിലൊന്ന് വെച്ചു കൊടുത്തൊക്കെ അവരാ ചിരിക്കുന്ന പുഞ്ചിരി, ആ സന്തോഷം ഉണ്ടല്ലോ, അത് നമുക്ക് തരുന്ന സന്തോഷം വേറെയാണ്. അപ്പോൾ ഈ ചെയ്ത പ്രവൃത്തിയോട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. അത് ചെയ്തത് ആരായാലും അവന് തക്കതായ ശിക്ഷ കിട്ടട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവരെ ഏൽപ്പിച്ചാണ്. അവിടെ എന്തെങ്കിലും വാഹനം പാർക്ക് ചെയ്യാതെ പറ്റാതെ വരുമ്പോൾ രണ്ട് വാഹനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് അവിടെ ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ അതിന് ചീത്ത കിട്ടുന്നതും ഇവർക്കാണ്. അപ്പം അവർ ചെയ്യുന്ന തൊഴിലാണ് നിങ്ങളോട് പറയുന്നത് ആ വാഹനം ഒന്ന് അങ്ങോട്ട് മാറ്റിയിടൂ, അല്ലെങ്കിൽ ഒന്ന് ഇങ്ങോട്ടൊന്ന് ചാടിയിടൂ, അല്ലെങ്കിൽ കുറച്ച് അവിടെ ഗ്യാപ്പുണ്ട് അങ്ങോട്ടൊന്ന് മാറ്റിയിടൂ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിന് സഹകരിച്ചു കൊടുക്കണം. നമ്മുടെ പെട്ടെന്നുള്ള എടുത്തുചാട്ടവും ദേഷ്യം ഉണ്ടല്ലോ, അതൊക്കെ മാറ്റി വെച്ചാൽ തന്നെ ഒരുപാട് സന്തോഷിച്ച് നമുക്ക് ജീവിക്കാൻ കഴിയും. അപ്പൊ എന്താ ചെയ്യാ, നമ്മുടെ ഈ കൂട്ടുകാർ, ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒരിക്കലും ഇങ്ങനത്തെ ഒരു പ്രവൃത്തികളിലൊന്നും പോയി ചാടരുത് എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും